PSC2 സക്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സ് അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്രയാണ്. ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര. നീരജ് ചോപ്ര ഏത് ഇനത്തിലാണ് പ്രശസ്തൻ? ജാവലിൻ ത്രോയാണ്. നീരജ് ചോപ്ര ഏത് ഇനത്തിലാണ് പ്രശസ്തൻ? ജാവലിൻ ത്രോ. ടോക്കിയോ ഒളിമ്പിക്സ് 2022 പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര എറിഞ്ഞ ദൂരം 87.58 മീറ്ററാണ്. 87.58 മീറ്റർ. PSC നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏഷ്യൻ ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് ആദ്യ സ്വർണം നേടിക്കൊടുത്തത് ആര്? ഏഷ്യൻ ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് ആദ്യ സ്വർണം നേടിക്കൊടുത്തത് ആര്? നീരജ് ചോപ്രയാണ്. 2018. നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? ഹരിയാന. നീരജ് ചോപ്രയ്ക്ക് 2022 ലഭിച്ച ഇന്ത്യയുടെ സിവിലിയൻ ബഹുമതി ഏത്? പത്മശ്രീ. അപ്പോൾ 2022 അദ്ദേഹത്തിന് ലഭിച്ചത് പത്മശ്രീയാണ്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ആരാണ്? നീരജ് ചോപ്ര. 2023 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ആരാണ്? നീരജ് ചോപ്ര. 2023. ഗോൾഡൻ ബോയ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? നീരജ് ചോപ്ര. ഗോൾഡൻ ബോയ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നീരജ് ചോപ്ര. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപ്പിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപ്പിള്ള. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ്. 1993 എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നൽകി തുടങ്ങിയത്. ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള. 1994 തകഴിക്കും. 1995 ബാലാമണി അമ്മയ്ക്കും. 2024 NS മാധവനും. അടുത്ത ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്രയാണ്. ഷൂട്ടിങ്ങിലാണ്. 2008 ബീജിംഗ് ഒളിമ്പിക്സ് 10 മീറ്റർ എയർ റൈഫിളിനാണ് അദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന്? ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന്? 2019 ഒക്ടോബർ 31. 2019 ഒക്ടോബർ 31. ജമ്മു കാശ്മീർ വിഭജന നിയമപ്രകാരം ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. നിയമസഭയോട് കൂടി ജമ്മു കാശ്മീരും നിയമസഭയില്ലാത്ത ലഡാക്കും. ജമ്മു കാശ്മീരിന് ഒരു പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 റദ്ദാക്കി. ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകിയിരുന്ന 35A റദ്ദാക്കി. അടുത്ത ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. കർണം മല്ലേശ്വരി. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ മെഡൽ നേടുന്ന